കേസ് മാർക്കസിൻ്റെ ഒരു റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടിട്ട് അൻവർ അലിയുടെ ഒരു കേസ് ഉണ്ടല്ലോ, അതുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ സംസാരിക്കാനായിട്ട് പോകുന്നത്. അപ്പം ആ ഒരു വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്ക് അൻവർ അലിയുടെ ഒരു കേസിൽ ഇതേവരെ നടന്നിട്ടുള്ളൊരു ജേർണി ഒന്ന് ചെറുതായിട്ടൊരു ബ്രീഫായിട്ടൊന്ന് പറഞ്ഞു പോകാം. നമ്മൾ പല വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. എങ്കിലും നമുക്കറിയാം അൻവർ അലി 2031 വരെ ഡൽഹി FC കോൺട്രാക്ട് ഉള്ള ഒരു പ്ലെയറാണ്. എന്നാൽ 2027 വരെയുള്ള ഒരു ലോൺ ഡീലിലാണ് മോഹൻ ബഗാനിൽ സൈൻ ചെയ്യുന്നത്. എന്നാൽ ഈ ഒരു ഡീല് അല്ലെങ്കിൽ ഈ ഒരു കോൺട്രാക്റ്റ് ടെർമിനേറ്റ് ചെയ്തു എന്നുള്ളതാണ് നമുക്ക് കുറച്ച് ആഴ്ചകൾക്ക് മുമ്പ് കേൾക്കാനായിട്ട് കഴിഞ്ഞ ഒരു കാര്യം. അതിൻ്റെ ഒരു കാരണം ഡൽഹി FCയുടെ ഓണറായിട്ടുള്ള രഞ്ജിത്ത് ബജാജ് ഒക്കെ പറഞ്ഞത് പുതിയ ഫിഫയുടെ മറ്റേ റൂളൊക്കെയാണ് അതിനൊരു കാരണം എന്നുള്ളതാണ്. പക്ഷേ ഇത് 2022 വന്നിട്ടുള്ള റൂളാണ്. അതിന് ഒരു വർഷം കഴിഞ്ഞിട്ടാണ് ഈ ഒരു കോൺട്രാക്റ്റ് മോഹൻ ബഗാനായിട്ട് ഇവർ സൈൻ ചെയ്യുന്നത്. സോ ഇത് എല്ലാ ഫെഡറേഷനുകളും ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടില്ല. കാരണം 3 വർഷം വരെ സാവകാശമൊക്കെ കൊടുത്തിരുന്നു എന്നുള്ള കാര്യമൊക്കെ നമ്മൾ സംസാരിച്ചാണ്. പക്ഷേ കോൺട്രാക്റ്റ് ടെർമിനേറ്റ് ചെയ്യുന്നൊരു സാഹചര്യത്തിലേക്ക് അൻവർ അലിയും അല്ലെങ്കിൽ ഡൽഹി FCയും പോയി എന്നുള്ളതാണ്. സോ അൻവർ അലി പറയുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ തനിക്ക് ഒരു ലോൺ ഡീല് പറ്റില്ല, ഒരു പെർമനൻറ്റ് ഡീല് വേണം എന്നുള്ളതൊക്കെയാണ്. എന്താണെങ്കിലും ഈ ഒരു ഡീലിനെ പറ്റി പറയുന്നത് ഒരു 11 കോടിയുടെ ഒരു ഡീലാണ് 4 വർഷത്തേക്ക്. അതായത് ആദ്യത്തെ വർഷം അൻവർ അലിക്ക് 1.5 CR ആണ് സാലറി. അത് കഴിഞ്ഞുള്ള 3 വർഷങ്ങളിൽ 7.5 കോടി, അങ്ങനെ 9 കോടി, 2 കോടി ഈ പേരൻറ്റ് ക്ലബിനും കിട്ടും എന്നുള്ളൊരു പരിപാടിയാണ്. ഇത് ചെയ്തെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ സാലറി ക്യാപ്പിൻ്റെ ഒരു ലൂപ്പ് ഹോൾ കണ്ടെത്തുക എന്നുള്ളതാണ് ലക്ഷ്യം. അതൊരു പരസ്യമായിട്ടുള്ള രഹസ്യം തന്നെയാണ്. ഈ ഒരു അവസരത്തിലാണ് ഡൽഹി FCയും അല്ലെങ്കിൽ അവരുടെ ഉടമസ്ഥൻ രഞ്ജിത്ത് ബജാജ്, അൻവർ അലി എല്ലാം കൂടെ ചേർന്ന ഒരു കോൺട്രാക്ട് ടെർമിനേഷൻ എന്ന് പറയുന്നൊരു പരിപാടിയിലേക്ക് പോകുന്നത്. അപ്പം വീണ്ടും ട്രാൻസ്ഫർ ഫീ ഒക്കെ ചോദിക്കുന്നു എന്നുള്ള തരത്തിലുള്ള കാര്യങ്ങളാണ് കേട്ടത്. എന്താണെങ്കിലും അതൊരു അത്ര ശരിയായിട്ടുള്ളൊരു പരിപാടിയല്ല. സോ ഈ സാലറി ക്യാപ്പിൻ്റെ ലൂപ്പ് ഹോൾ കണ്ടെത്താനാണ് ചെയ്തതെങ്കിലും ഇത് ഇവർ തമ്മിലുള്ളൊരു ധാരണയെങ്കിലും കറക്റ്റാക്കണ്ടേ. പിന്നെ കഴിഞ്ഞ വർഷം അൻവർ അലിയുടെ ഒരു സാലറിയിൽ നിന്ന് 27.5 ലക്ഷം രൂപ കിട്ടിയില്ല എന്നുള്ള ഒരു കാര്യം ഇപ്പം അത് ഹെൽനോയ്ക്കായിരുന്നു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്താണെങ്കിലും ഇനി നിലവിലത്തെ ഒരു സാഹചര്യത്തിലേക്ക് വരാം. പ്ലെയർ സ്റ്റാറ്റസ് കമ്മിറ്റി, അതായത് AFFൻ്റെ PSC കമ്മിറ്റി ഓഗസ്റ്റ് 2 ഈ ഒരു കാര്യവുമായി ബന്ധപ്പെട്ടിട്ട് ഒരു മീറ്റിംഗ് കൂടും എന്നുള്ളതാണ്. അകാരണമായിട്ടുള്ള ഒരു ടെർമിനേഷൻ സ്പോർട്ടിംഗ് സാങ്ഷൻ എന്ന നിലയിൽ തന്നെ പരിഗണിച്ചിട്ട് ഒരു ബാൻ വരെയുള്ള ഒരു സാധ്യത ഉണ്ട് എന്നുള്ളതാണ് ഈ കാര്യത്തിലുള്ളത്. സോ അൻവർ അലിക്ക് 6 മാസം വരെയൊക്കെ ബാൻ കിട്ടാമെന്നുള്ളതാണ് ഈ മാർക്കസിൻ്റെ ഈ ഒരു റിപ്പോർട്ടിൽ പറയുന്നത്. അതുപോലെ തന്നെ ക്ലബ്സിനും ബാൻ ഉണ്ടെന്നുള്ളതാണ് 2 വിൻഡോ. ഐ തിങ്ക് ക്ലബ്സ് ആയിരിക്കത്തില്ല, ക്ലബ്ബായിരിക്കും, ഡൽഹി FCക്കായിരിക്കും. അപ്പോൾ 2 ട്രാൻസ്ഫർ വിൻഡോയിലായിരിക്കും അവർക്കൊരു ബാനുള്ള സാധ്യതയുള്ളത്. അപ്പം എന്താണെങ്കിലും ഇതിൻ്റെ ഒരു ഒഫീഷ്യൽ ഒരു ഡിസിഷൻ കാര്യങ്ങളൊക്കെ വരണം. അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഒരു ഇനിയൊരു ടേംസിൽ എത്തിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ മോഹൻ ബഗാനിൽ തന്നെ തുടരാമെന്ന് പറയുന്ന രീതിയിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ കാര്യങ്ങൾക്കൊക്കെ ഒരു പരിസമാപ്തി എത്തുമോ അല്ലെങ്കിൽ ബാനിൽ നിന്നൊക്കെ ഒഴിവാൻ പറ്റുമോ എന്നുള്ളത് നോക്കി കാണണം. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ബാൻ എന്ന് പറയുന്നൊരു സംഭവം കിട്ടുമ്പോൾ അൻവർ അലിക്ക് നാഷണൽ ടീമിൽ കളിക്കാൻ പറ്റുമോ എന്നുള്ളൊരു സാഹചര്യമുണ്ട്. കാരണം നാഷണൽ ടീമിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്ലെയർ ആണല്ലോ. അപ്പം അങ്ങനെ ഒരു കോംപ്ലിക്കേറ്റഡ് സിറ്റുവേഷനിലാണ് കാര്യങ്ങൾ ഇപ്പം നിൽക്കുന്നത് എന്നുള്ളതാണ്. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് ഉറപ്പായിട്ടൊന്ന് കമ്പോസ് ചെയ്യാൻ വേണ്ടി കാണിക്കാണ്.